മുംബൈ നഗരത്തിന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ മുളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് 14 രാവിലെ നടന്നത് കേവലം ഒരു അപകടമായിരുന്നില്ല, മറിച്ച് പകയുടെയും ക്രൂരതയുടെയും ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു. 36 വയസ്സുകാരിയായ പുഷ്പഗുപ്ത എന്ന വീട്ടമ്മ സ്വന്തം ഭർത്താവിനാൽ ട്രെയിനിന് മുന്നിൽ തള്ളിയിടപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ആ ദാരുണ ദൃശ്യത്തിന് സാക്ഷിയാകേണ്ടി വന്നത് അവരുടെ 13 വയസ്സുകാരനായ മകനാണ്. ഒരു നിമിഷത്തെ പ്രകോപനമല്ല, മറിച്ച് ദീർഘകാലത്തെ കുടുംബ വഴക്കും പോലീസിൽ പരാതി നൽകിയതിലുള്ള വൈരാഗ്യവുമാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഉത്തർപ്രദേശ് സ്വദേശികളായ പുഷ്പയും ഭർത്താവ് രാജ്കുമാർ ഗുപ്തയും വർഷങ്ങളായി മുംബൈയിലായിരുന്നു താമസം. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്ന രാജ്കുമാർ പുഷ്പയുമായി നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരൻ കമലേഷ് കുമാർ ഗുപ്തയുടെ മൊഴിപ്രകാരം പുഷ്പയും രാജ്കുമാറും തമ്മിലുള്ള ബന്ധം ഒട്ടും സുഗമമായിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ പുഷ്പ അനുഭവിച്ചിരുന്നു. സംഭവം നടന്ന മാർച്ച് 14 രാവിലെയും ഇരുവരും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് പുഷ്പ പോലീസിനെ സമീപിച്ചു. തന്നെ നിരന്തരം പീഡിപ്പിക്കുന്ന ഭർത്താവിനെതിരെ നിയമപരമായ നടപടി വേണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ. എന്നാൽ പോലീസിനെ സമീപിച്ചു എന്നത് രാജ്കുമാറിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. തന്നെ കുടുക്കാൻ ശ്രമിക്കുന്ന ഭാര്യയെ ഇല്ലാതാക്കുക എന്ന ക്രൂരമായ ചിന്ത അയാളിൽ ഉടലെടുത്തു. പുഷ്പയുടെ ദുരിതമറിഞ്ഞ് അവരെയും മക്കളെയും നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന സഹോദരൻ കമലേഷ് മുംബൈയിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ തന്റെ തിരിച്ചറിയൽ രേഖകൾ വീട്ടിൽ മറന്നുവെച്ചത് എടുക്കാൻ കമലേഷ് തിരികെ പോയി. ഈ അവസരം മുതലെടുത്ത് രാജ്കുമാർ കമലേഷിനെ മുറിക്കുള്ളിലിട്ട് പൂട്ടി. പുഷ്പയുടെ ഏക സംരക്ഷകനെ മാറ്റി നിർത്തിയ ശേഷം അയാൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തുനിന്നിരുന്ന പുഷ്പയെയും മകനെയും അയാൾ അവിടെ വെച്ച് കണ്ടെത്തി. പോലീസിൽ പരാതി നൽകിയതിനെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായി. പ്ലാറ്റ്ഫോമിലേക്ക് ലോക്കൽ ട്രെയിൻ ഇരച്ചെത്തിയ നിമിഷം ഒട്ടും ദയയില്ലാതെ രാജ്കുമാർ പുഷ്പയെ ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ട്രെയിൻ പുഷ്പയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. എല്ലാം കൺമുൻപിൽ കണ്ടുകൊണ്ടിരുന്ന മകന്റെ നിലവിളി പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരെയും നടുക്കി. കൊലപാതകത്തിന് ശേഷം രാജ്കുമാർ ഉടൻ തന്നെ ജനക്കൂട്ടത്തിനിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു. പ്ലാറ്റ്ഫോമിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച റെയിൽവേ പോലീസിന് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മനഃപൂർവ്വം പുഷ്പയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥരും യാത്രക്കാരും ചേർന്ന് പുഷ്പയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിക്കായി റെയിൽവേ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു. രാജ്കുമാർ മുംബൈ വിട്ടുവെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം നീട്ടി. ഒടുവിൽ ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടി. കൊലപാതക കുറ്റത്തിന് കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് 13 വയസ്സുകാരനായ മകന്റെ സാന്നിധ്യമാണ്. തന്റെ സംരക്ഷകയാകേണ്ട അമ്മയെ തണലാകേണ്ട അച്ഛൻ തന്നെ മരണത്തിലേക്ക് തള്ളിയിടുന്ന നേരിട്ട് കാണേണ്ടി വന്ന ആ കുട്ടിയുടെ മാനസികാഘാതം വിവരണാതീതമാണ്. മുംബൈ നഗരത്തെ ഒന്നടങ്കം നടുക്കിയ സംഭവം കുടുംബങ്ങൾക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ എത്രത്തോളം ഭീകരമാകാം എന്നതിന്റെ ഉദാഹരണമാണ്. പലപ്പോഴും ഗാർഹിക പീഡനങ്ങൾ പുറം ലോകമറിയാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. സഹായത്തിനായി പോലീസിനെ സമീപിക്കുമ്പോൾ പോലും സംരക്ഷണം ലഭിക്കുമോ എന്ന ഭയം സ്ത്രീകളെ വേട്ടയാടുന്നു. പുഷ്പഗുപ്തയുടെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല. നീതി തേടി ഇറങ്ങിയ അവർക്ക് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു. റെയിൽവേ സ്റ്റേഷനിലെ ആ ട്രാക്കുകൾ സാക്ഷിയാകുന്നത് ഒരു കുടുംബത്തിന്റെ തകർച്ചയ്ക്കാണ്. രാജ്കുമാർ ഗുപ്ത എന്ന പ്രതി നിയമത്തിന് മുന്നിൽ എത്തിയാലും ഒരു കുട്ടിയുടെ മനസ്സിലേറ്റ മുറിവുണങ്ങാൻ കാലങ്ങൾ വേണ്ടിവരും. ഈ സംഭവം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും സാമൂഹിക ബോധത്തിന് മുന്നിലുള്ള ചില ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഗാർഹിക പീഡന പരാതികളിൽ ഉടനടി ഇടപെടലുകൾ നടത്താനും ഇരകൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു നിമിഷത്തെ പകയിൽ മനുഷ്യൻ മൃഗമാകുന്ന കാഴ്ചകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടികളും ബോധവൽക്കരണവും അനിവാര്യമാണ്. മുംബൈ റെയിൽവേ പോലീസിന്റെ പഴുതടച്ച അന്വേഷണം പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ സഹായിച്ചുവെങ്കിലും പുഷ്പഗുപ്ത എന്ന വീട്ടമ്മയുടെ ദാരുണ അന്ത്യം വലിയൊരു ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്നു.